വിജയുടെ ഒരു ദിവസം സീനിൽ വലിയ വൈകിട്ട് ഞാനതോ ഓഫീസിൽ ഏതോ മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഞങ്ങൾ സീൻ ചെയ്യാം. അപ്പോൾ ഞാൻ വൈകി വന്നതിന് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാണ്. നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല. അപ്പോൾ ആരോ ഫോൺ എടുത്തിട്ട് പറയാണേ. മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും. ഉപ്പുമുളകും പ്രേക്ഷകരുടെ മനം കവർന്ന് പല സീസണുകൾ തുടരുമ്പോഴും പല കുറിയാണ് ഈ പരമ്പര വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. തുടക്കത്തിൽ നടി നിഷ സാരംഗിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഉപ്പുമുളകും വിവാദങ്ങളിൽ വന്നുപെടുന്നത്. പിന്നാലെ ഉപ്പുമുളകും അത് ടെലികാസ്റ്റ് ചെയ്തിരുന്ന ചാനലിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് ഉപ്പുമുളകിലെ താരങ്ങളെല്ലാവരും തന്നെ മറ്റൊരു സാറ്റലൈറ്റ് ചാനലിൽ അണിചേരുകയും അവിടെ മറ്റൊരു വേഷനിൽ ഉപ്പുമുളകും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ അത് വിജയം കണ്ടില്ല. പിന്നീട് ഫ്ലവേഴ്സ് ചാനലിലേക്ക് തന്നെ ഉപ്പുമുളകും തിരികെ വരികയായിരുന്നു. ഇപ്പോഴിതാ വിവാദങ്ങൾക്ക് കൊടിപിടിക്കുകയാണ് ഉപ്പുമുളകും വീണ്ടും. ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന 2 താരങ്ങളാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. പരമ്പരയിലെ പ്രമുഖ നടിയെ അപമാനിച്ചു, ലൈംഗിക അതിക്രമണത്തിന് വിധേയയാക്കി തുടങ്ങിയ പരാതികളാണ് ഇപ്പോൾ 2 താരങ്ങളുടെ പേരിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു പിന്നാലെ നടി ഏതാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ്. പല നടിമാരുടെയും പേരുകൾ ചേർത്ത് ഇവരാണോ ആ നടി എന്ന പേരിൽ ചർച്ചകൾ പലപ്പോഴും പല വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിലും ഇപ്പോഴും ആ നടി ആര് എന്നത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് ഉപ്പുമുളകും നിർത്തുമോ എന്ന ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഉപ്പുമുളകും ഉടൻ തന്നെ നിർത്തുമോ എന്നതാണ് പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്ന ചോദ്യം. പലകുറി വിവാദങ്ങളിൽ പെടുന്നത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈയിടെയാണ് ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന ഷോ അവസാനിക്കുന്നത്. വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെയൊരു തീരുമാനം വന്നത്. ഇനി സ്റ്റാർ മാജിക് ഇല്ല എന്ന സ്ഥിരീകരണം പല പ്രേക്ഷകരെയും നിരാശയിലാഴ്ത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഉപ്പുമുളകിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഉപ്പുമുളകും പ്രേക്ഷകരുടെ മനം കവരുന്ന ഒരു പരമ്പരയാണെന്നും പല നടന്മാർക്കെതിരെ പരാതികൾ വന്നെങ്കിലും അതിൻ്റെ പേരിലൊന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഈ പരമ്പര അവസാനിപ്പിക്കരുതേ എന്നുമാണ് ചില പ്രേക്ഷകർ റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം മറ്റു ചിലർ പറയുന്നത് ഉപ്പുമുളകും ആദ്യം മുതലേ കണ്ടുകൊണ്ടിരുന്നത് ഒരു കുട്ടിത്തവും ഒരു കുടുംബത്തിലെ രസകരമായ പല നിമിഷങ്ങളും കണ്ടതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ കുട്ടികളെല്ലാം വളർന്നിരിക്കുന്നു, വലുതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പുമുളകും കാണാനുള്ള ഒരു ത്രില്ല് നഷ്ടപ്പെട്ടു എന്നും ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഉപ്പുമുളകിൻ്റെ ആരാധകർക്ക് ഇപ്പോഴും ഉപ്പുമുളക് പ്രിയപ്പെട്ടത് തന്നെ. നിഷ മാഡം അവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. എന്തോ ഏത് മേഡം? ഞാൻ ഫോൺ എടുത്തിട്ട് നീ ആരോ ഫോൺ എടുത്തിട്ട് പറയണേ നിഷ മാഡം അവിടെ ഇല്ല, മീറ്റിങ്ങിനാണ്. നീ ആര്? നിഷ മാഡം ഫോൺ എടുത്തെങ്കിൽ ഞാൻ തോന്നും. അപ്പൊ എന്ന് വെച്ചാൽ മീൻസ് പുള്ളി പേര് മാറിപ്പോയി കയ്യിന്ന് പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോ ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, അങ്ങനെ കുറെ വെറ്ററൻ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മള് ശരിക്കും ഇന്ന ആളുടെ കൂടെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാം നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ. അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ആരോടാണെങ്കിൽ അഭിനയിക്കാം. എനിക്ക് സിനിമ ഒന്നാമത് പറ്റുന്നിടത്തോളം ജോലി ചെയ്യാൻ പറ്റിയ എനിക്ക് വർക്ക് ഉണ്ടാവണം, കാശ് കിട്ടണം, മാത്രേ ഉള്ളൂ. അങ്ങനെയല്ലേ, എല്ലാവരും വലിയ ആൾക്കാരാണ്. സത്യം, എല്ലാവരും വലിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഇന്ന ആളുടെ കൂടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ ചെയ്യാൻ നന്നായി ശ്രമിക്കുക. നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആൾ ആരായാലും എന്താ അഭിനയിക്കുക. എല്ലാവരും വലിയ ആൾക്കാർ തന്നെയാണ്. മനസ്സിലായി. കിട്ടുന്ന ക്യാരക്ടർ പോലെയാണ് അവർ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഗുണങ്ങളുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്. അപ്പൊ ആരെയും കുറച്ചും കാണാൻ പറ്റില്ല, ആരെയും കൂട്ടിയും കാണാൻ പറ്റില്ല. ലൈഫിൽ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു സ്വപ്നം, ഒരു റീസെന്റ് സ്വപ്നം എന്താ? അത് ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുന്ന എന്റെ കരിയറിലാണോ? കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണൽ വൈസ് ആണെങ്കിലും. പേഴ്സണൽ വൈസ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോ നമ്മുടെ കുട്ടികൾക്ക് നല്ല ജോലി വേണം, അല്ലെങ്കിൽ അവര് ഭയങ്കര വെൽ സെറ്റിൽഡ് ആവണം. കരിയർ വൈസ് ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിൽ കരിയർ വൈസ് എനിക്കിപ്പോ ആക്ടിങ് വൈസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ. ഇപ്പോൾ എഴുത്തോലയിൽ ചെയ്തതുപോലത്തെ ഒരു എഴുത്തോല എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ശരിക്കും ഇത് ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഒരു അമ്മ, ഒരു ടിപ്പിക്കൽ അമ്മ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇപ്പം എല്ലാം ചെയ്തു പോണത്.
അമ്മ തന്നെ ആയാലും പ്രശ്നമില്ല, അമ്മയാണല്ലോ ഞാൻ എന്തായാലും അമ്മ പോലത്തെ ക്യാരക്ടറിലേ കിട്ടുള്ളൂ. അപ്പോൾ എന്നിൽ നിന്ന്, ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന്, നിഷ എന്നുള്ള അമ്മയിൽ നിന്നും നിഷ എന്നുള്ള വ്യക്തിയിൽ നിന്നും വിട്ടിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റണം. എന്താ ആ ക്യാരക്ടറിൽ ഇപ്പോൾ തണ്ണീർമത്തനിലെ അമ്മ തന്നെയാണ്, പക്ഷെ ആ അമ്മയിലൊരു ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ അതൊരു ആ വിട്ട് ഒരു വേറെ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, നമ്മൾ വിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ക്യാരക്ടർ ഇട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്ത് കൈൻഡ് ഓഫ് ആക്ടറാ? നമ്മളിപ്പോ മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് ചാൻസ് ചോദിക്കും, എനിക്ക് ഇങ്ങനെ സിനിമ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ചോദിക്കുന്ന ആളാണ്? ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. അതൊരു കുഴപ്പമാണ്. അത് കുഴപ്പമായിരിക്കാം, കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര, നമ്മൾ ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെ ബുദ്ധിമുട്ടാവോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ സ്വപ്നങ്ങൾ എന്താണെങ്കിലും സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കട്ടെ, ഇഷ്ടംപോലെ വർക്ക് കിട്ടട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.